എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇഷിത താലി ഊരി മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആകാശിന്റെയാണ് ചിപ്പിമോളെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പിന്നീട് ഇഷിത അങ്ങോട്ട് വെട്ടിത്തിരിഞ്ഞ് പോണ സമയത്ത് മഹേഷ് ആകെപ്പാടെ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. പെട്ടെന്നാണ് മഹേഷ് ഞെട്ടി കണ്ണു തുറന്നേ. മഹേഷ് സ്വപ്നം കണ്ടതായിരുന്നത്. കാരണം വരാൻ പോകുന്ന വിപത്ത് ഒരു പക്ഷേ DNA ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആകാശിന്റെ കുഞ്ഞാന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷിത തന്നെ ഇട്ടിട്ട് പോകും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? മഹേഷിനെ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടിയില്ല. കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവൾ തന്നെ വിവാഹം കഴിച്ചത്. അപ്പൊ അവളും കൂടി ഇട്ടിട്ട് പോയാൽ താൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും. അതൊക്കെ ഓർത്തപ്പോൾ മഹേഷിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. മഹേഷ് പിന്നെ എഴുന്നേറ്റിരിക്കുകയാണ്. എഴുന്നേറ്റിരുന്നിട്ട് കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. പിന്നീട് ഡയറി എടുത്തിട്ട് ഡയറിയിലേക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതുവാണ്. മഹേഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേങ്കില് അങ്ങനെ ആയിരിക്കോ, രചന തന്നെ വഞ്ചിച്ചായിരിക്കോ ഇത്രയും വർഷം താൻ വിശ്വസിച്ചുകൊണ്ടിരുന്നേ വെറുതെ ആയിപ്പോ. ചിപ്പിമുളം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിലോ എല്ലാവരുടെ മുന്നില്, നാട്ടുകാരുടെ മുന്നില്, വീട്ടുകാരുടെ മുന്നില്, തന്റെ കമ്പനിയില് എല്ലാവരും താൻ അപഹാസനായിട്ട് നിൽക്കും. ഇത്രയും കാലം ചിപ്പിമോള് തന്റേതാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു നിമിഷം അത് ചിന്തിക്കുന്നതോറും മഹേഷിന് ഭ്രാന്ത് പിടിക്കുന്നത് തോന്നി. ഈ സമയം ഇഷിതയോ ചിപ്പിമോൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവര് നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം പതിവ് പോലെ തന്നെ മഹേഷ് എഴുന്നേറ്റ് പോവാണ്. ഓഫീസിലേക്കെന്ന് പറഞ്ഞ് മഹേഷ് പോയി. അന്ന് ഇഷിത കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. കാരണം ഇഷിതയ്ക്ക് ചിപ്പിമോളുടെ കാര്യങ്ങളും നോക്കണമായിരുന്നു. ചിപ്പിമോൾക്ക് വയ്യാത്തോണ്ട് ചിപ്പിമോൾക്ക് ഇച്ചിരി ഷാഡ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ചിപ്പിമോളോട് പറഞ്ഞു, അതെ അമ്മ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പോകുന്നുള്ളെന്ന് പറയാണ്. അങ്ങനെ ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക. ചിപ്പിമോളുടെ തലയിലെ മുറിവൊക്കെ അഴിച്ചു, അതൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇഷിത പോവാനായിട്ട് റെഡി ആവാനായിട്ട് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ മഹേഷിന്റെ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനുമാണ് ഇഷിത ആ ഒരു കാര്യം കാണുന്നത്. ഇഷിത പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ടേബിളിൽ ഒരു പേപ്പർ ഇരിക്കുന്നു. പെട്ടെന്ന് ഇഷിത അതെടുത്ത് നോക്കുവാണ്. ഇഷിത എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അത് മഹേഷിന്റെ ഒരു ലെറ്റർ ആയിരുന്നു. ആ ലെറ്റർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഇഷിത ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. കാരണം മഹേഷ് ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. മഹേഷിന്റെ മനസ്സിന് കട്ടി കുറവാ. ഈയിടെയായിട്ട് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മഹേഷ് എന്തിനിങ്ങനെ ഒരു ലെറ്റർ എഴുതി വെച്ചു? വീട്ടിൽ ആരോടും പറയാൻ പോലും ഇഷിത ഭയന്നു. പിന്നീട് ഇഷിത ഒരുങ്ങി ഇറങ്ങിയിട്ട് താഴേക്കിലുമ്പത്തേനും മാഷ് സുത്ര അവിടെ നിൽക്കുന്നുണ്ട്. ഇഷിതയ്ക്ക് തോന്നി ഇവരോട് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, സത്യങ്ങളൊക്കെ അറിയണം. പിന്നീട് മാഷിന്റെ അടുത്തേക്ക് എന്നിട്ട് ആ ലെറ്റർ അങ്ങോട്ട് കൊടുക്കുകയാണ്. മാഷ് ആ ലെറ്റർ വായിച്ചു നോക്കുക. അതിനകത്ത് എഴുതിയിരുന്ന കാര്യം എല്ലാവരുടെ മുന്നിൽ അപഹാസ്യനായിട്ട് എനിക്കിനിയും ജീവിക്കാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേങ്കില് ഞാൻ തകർന്നു പോകും. അതിനേക്കാളും ഭേദം എന്റെ ജീവിതം ഞാൻ തന്നെ ഇല്ലാതാക്കുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ലെറ്റർ എഴുതി വെച്ചിരിക്കുമായിരുന്നു. ഇത് വായിച്ചു കേട്ടപ്പോ തന്നെ മാഷ് ചോദിച്ചു, അല്ല മോളെ ഇതെന്താ ഇങ്ങനെ? എനിക്കറിയില്ല അച്ഛാ. മഹേഷ് പതിവ് പോലെ തന്നെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ഈ ലെറ്റർ കാണുന്നതെന്ന് പറയണം. ഇനിയിപ്പൊ എന്ത് ചെയ്യും മോളേന്ന് ചോദിക്കാം. എനിക്കറിയില്ല, എവിടെ പോയി അന്വേഷിക്കണം എന്നറിയത്തില്ല. ഞാൻ മഹേഷിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആദ്യം ഒന്ന് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു പറഞ്ഞേ. പിന്നീട് വീണ്ടും മഹേഷിനെ വിളിക്കുകയാണ്. ആ സമയത്ത് സ്വിച്ച് ഓഫാ പറയുന്നത്. സുഹിത്ര പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, കമ്പനിയിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ഒരുപക്ഷെ കമ്പനിയിൽ ചെന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. പിന്നീട് വിവേകന്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. വിവേകന്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇല്ല മഹേഷ് ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയണം. അതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടതയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. എങ്ങനെ പോയി എതിരെ പോയതൊന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇനിയിപ്പം വേറെ ഇതിലൂടെയും പോയാൽ ചിപ്പിമോളെ നഷ്ടപ്പെടുമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ മടിക്കില്ല. ഇത്രയും കാലം സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്നല്ലേ. ഈ ഒരു നിമിഷം ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ആ സമയം രചന ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ചിപ്പിമോള് തന്റെയാന്ന് പറഞ്ഞ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത് താൻ നാണം കെടും. പക്ഷെ അങ്ങനെ നാണം കെട്ടാലും ചിപ്പിമോളെ കിട്ടുമെങ്കിൽ അതെല്ലാം നല്ല കാര്യം. പിന്നീട് ആകാശം വന്നിട്ട് പറഞ്ഞു, ആ ഇഷിതേനെ നമ്മൾ കയ്യിലെടുക്കാനും ശ്രമിച്ചു. പക്ഷെ അവള് നമ്മുടെ വരുതിക്ക് വന്നില്ല. അങ്ങനെ നമ്മൾ തോറ്റു പിന്മാറില്ല രചന എന്ന് പറയാണ്. അവള് പഠിച്ച് കളിയാ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞൊക്കെ അവള് വിശ്വസിക്കത്തില്ലേ? എനിക്ക് തോന്നേ അവളും മഹേഷും തമ്മിൽ നല്ല ടൈപ്പാന്ന് തോന്നേ. ഒരു മഹേഷ് നേരത്തെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവളോട് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റി വെച്ചിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഇനി നമ്മള് മഹേഷിന്റെ കുട്ടിയല്ല എന്റെ കുട്ടിയാന്ന് പറഞ്ഞിട്ടും അവള് വിശ്വസിക്കാതിരുന്നെന്ന് ചോദിക്കാം. എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആകാശേ. അവള് പറഞ്ഞത് കേട്ടോ. ഞാന് വിവാഹ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചിപ്പിമോൾ എന്റെ വയറ്റിൽ ആകാശിന്റെ കുട്ടിയായിട്ടുണ്ടായി പറഞ്ഞപ്പോ എന്റെ വില എന്താന്ന് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയണം. ഇത് കേട്ടതും ആകാശ് പറഞ്ഞു, നീ ഇപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അല്ല ഇഷിതയ്ക്ക് ഇപ്പൊ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞില്ലേ പറ്റുള്ളൂ. ചിപ്പിമോളെ സ്വന്തമാക്കാനായിട്ട് അവൾ എന്ത് നാടകം കളിക്കും.
പക്ഷെ വിട്ടുകൊടുക്കാതിരിക്കേണ്ട നമ്മുടെ കാര്യമാണ്. ആവനാഴിയിൽ ഇനിയും അമ്പുകൾ ബാക്കിയുണ്ടല്ലോ. ഇനിയും നമുക്ക് അവളെ പിടികൂടാം. ഈ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ രാത്രിയും പകലൊന്നും അവസാനിക്കുന്നില്ലോ എന്ന് പറയണം. എന്നാലും എനിക്ക് അവളെ വേണം. അവളെ മാത്രമല്ല, അവനെയും വേണം. രണ്ടെണ്ണത്തിന് ഇനി അന്ത്യം കാണുന്നോടം വരെ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ലെന്ന് പറയാം. അവൾ എന്താ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താൻ അവളുടെ ശ്രമം. ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രജനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ടത് ആകാശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം DNA ടെസ്റ്റിന്റെ റിസൾട്ട് അതാണ് അവർക്ക് വേണ്ടെങ്കിൽ അത് നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ കോടതിയിൽ അതുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് കുറെ കാലതാമസം പിടിക്കും. പക്ഷെ ഇഷിതേനെ കൊണ്ട് എങ്ങനെയാലും ഒന്ന് സമ്മതിപ്പിക്കണം. ഇഷിതയാണ് നമ്മുടെ തുറപ്പിച്ചിട്ട്, അവൾ സമ്മതിച്ചാൽ മാത്രമേ നമുക്ക് ചിപ്പിമോളെ കിട്ടുള്ളൂ. ഇത് കേട്ടതിന് രചന പറഞ്ഞു, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ആകാശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആകാശം ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കുവാണ്. രചനയോട് പറഞ്ഞു, ഒരു കാരണവശാലും വിട്ടുകൊടുക്കല്ലേ. ചിപ്പിമോടെ നമ്മുടെ കുട്ടിയാണെന്ന് നമ്മൾ വാദിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ചിപ്പിമോട് നമ്മളെ കയ്യിലേക്ക് വന്നാലോ അവളും അവനും ഒരേപോലെ തരുള്ളൂ. അതോടുകൂടി ഇഷിത മഹേഷിനെ ഇട്ടിട്ട് പോയിക്കോളും. ചിപ്പിമോളെ നമ്മൾ കൊണ്ടുവന്നാൽ പിന്നെ ഒരു കാരണവശാലും അവർ തമ്മിൽ ഒരു ജീവിതം ഉണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ വന്നിട്ടുണ്ടെ പിന്നെ ഇഷിതയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചത് തന്നെ ചിപ്പിമോൾ ഉള്ളതുകൊണ്ട് മാത്രം. അങ്ങനെ രചനയെ ആശ്വസിപ്പിക്കുന്നുണ്ടൊക്കെ ആകാശ്. പക്ഷെങ്കിൽ ഈ സമയത്തും ആകാശിന്റെ മനസ്സിൽ വേറെ പല പദ്ധതികളും പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇഷിതേനെ കൊടുക്കാനായിട്ട് മുന്നിട്ടിറങ്ങണ അശ്വതി ശർമ്മയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ രേഖകൾ ഇഷിതയുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൈക്കലാക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് നാടകം വെള്ളം കളിക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ചിപ്പി ഹെൽത്ത് ഹോസ്പിറ്റലിന്റെ പേര് പോലും ഇട്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ആകാശൻ എന്ത് ചെയ്യണം നിർത്തില്ല. കാരണം 15-ാം തീയതിയാണ് ഉദ്ഘാടനം. ആ സമയത്ത് ചിപ്പിമോള് കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെയായിരുന്നു ആകാശിന്റെ മനസ്സിലെ ചിന്തകളൊക്കെ. ഈ സമയം ഇഷിതയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ അന്വേഷിച്ചു, ഒരിടത്തും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഇഷിത വീട്ടിലേക്ക് വരുവാണ്. ആ സമയം അത്രയും മഹേഷിനെ കുറിച്ചൊരു വിവരമില്ലായിരുന്നു. പിന്നീട് ഓർത്ത് ഇനിയിപ്പം രാമനാഥനോട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണോ, ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. പിന്നീട് രാമനാഥനെ വിളിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് ഈ കാര്യങ്ങൾ പറയണം. മഹേഷിനെ കണ്ടില്ല, ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് മുറിയുന്ന എനിക്കൊരു എഴുത്ത് കിട്ടിയെന്ന് പറയണം. ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു, അവൻ എങ്ങോട്ട് പോകാനാ, അവന് അങ്ങനെ ഒരിടത്തും ഇന്നുവരെ പോയിട്ടില്ലെന്ന് പറയണേ. എനിക്കറിയത്തില്ല അച്ഛാ എങ്ങോട്ടാ പോയെന്ന്. ഒരു പക്ഷേങ്കിൽ എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. മാനസിക സംഘർഷം ഈയിടെ മുഴുവനും. കാരണം എന്താണെന്ന് അറിയില്ല. ചിപ്പിമോളെ കുറിച്ചുള്ള കാര്യമെന്ന് അറിഞ്ഞാൽ അവർക്കും വല്ലാത്ത വിഷമവും. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരിക്കുന്നില്ല. കാരണം ഇത്രയും കാലം 6 മാസമായപ്പോ കുഞ്ഞിനെ രചന ഇട്ടിട്ട് പോയപ്പോ തൊട്ട് സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി അവരെ വളർത്തിക്കൊണ്ട് വന്നതാ, പേരക്കുഞ്ഞിനെ. അപ്പൊ അത് മഹേഷിന്റെ കുഞ്ഞല്ലെന്നെങ്ങാനും അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കത് താങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് തൽക്കാലത്തേക്ക് പറഞ്ഞില്ല. പിന്നീട് ഇങ്ങനെ ഇഷിത മുറിക്കറി ആലോചിച്ചോണ്ടിരിക്കുക. ഈ സമയത്ത് രാമനാഥന്റെ ഇതിലും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഫോണൊക്കെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് മുറി വന്നിട്ട് എടുത്തു, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം അവളുടെ അടുത്ത് എങ്ങാനും പോവാ. അപ്പൊ രാത്രിയായി കഴിഞ്ഞിട്ട് കണ്ടില്ല. ഇനിയിപ്പം രചനയുടെ അടുത്തേക്ക് എങ്ങാനും പോയിട്ടുണ്ടായിരിക്കുവോ, ഇനിയിപ്പൊ അവിടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. അങ്ങനെ അവസാനം വന്നു കഴിഞ്ഞപ്പം രചനയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ്. രചന ചോദിച്ചു, എന്താ ഡോക്ടർ ഇഷിത ഈ സമയത്തൊന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ ഞാനൊരു കാര്യം തിരക്കാൻ വേണ്ടി വിളിച്ചാന്ന് പറയും. എന്ത് കാര്യം? അല്ല, മഹേഷ് അങ്ങോട്ടേക്കാനും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും രചന ചോദിച്ചു, മഹേഷോ? ഓ, ഇനിയിപ്പൊ എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരിക്കും. ആദ്യ ബായുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടായിരിക്കും അല്ലേ? അതെ, ഇന്നാളൊന്ന് വന്നിട്ട് പോയതാ, പക്ഷെ അതിനുശേഷം വന്നിട്ടില്ല. ഞാൻ ആരെ ഇവിടെ വിളിച്ചു കയറ്റി വെച്ചിട്ടില്ലെന്ന് പറയാം. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇനി വന്ന് നോക്കിക്കോളാൻ പറയാണ്. എന്ത് പറ്റി? മഹേഷിനെ കാണാനില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടും ഇഷിത പറഞ്ഞു, അല്ല ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ കരുതി ഇനി അന്നത്തെ പോലെ എങ്ങാനും വന്നിട്ടുണ്ടോന്ന്. ഓ, അങ്ങനെ കരുതിയില്ലേ? എന്താണെങ്കിലും ഇങ്ങോട്ടെങ്ങും എത്തിയിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ കോള് കെട്ടിയത് കഴിഞ്ഞപ്പത്തിനും ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ഈ സമയം ആകാശ് ചോദിച്ചു, എന്താ രചന കാര്യം? മഹേഷ് അവിടെ എത്തിയിട്ടില്ലെന്ന്. അപ്പൊ ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചു ചോദിച്ചിരിക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആകാശ് പറഞ്ഞു, ആഹാ കൊള്ളാലോ, എനിക്ക് തോന്നുന്നു അവന്റെ സമ്മതം ഏറ്റാൻ തുടങ്ങിയെന്ന് തോന്നേ. മിക്കവാറും അവന്റെ മനസ്സിൽ കിടന്ന് ഈ കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ടായിരിക്കും. ചിപ്പിമോള് അവന്റെ കുഞ്ഞല്ല എന്നുള്ള കാര്യം നമ്മൾ ഏകദേശം വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവന്റെ സമനില തെറ്റും. ഒരുപക്ഷെ അവൻ വല്ല കടുങ്കയും ചെയ്യും. അവന് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമല്ലേന്ന് ചോദിക്കുവാണ്. അത് കേട്ടപ്പോ രചന പറഞ്ഞു, അത് ശരിയാ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ചിപ്പിമോളെ നമുക്ക് സ്വന്തമാക്കാനായിട്ടൊക്കെ പറ്റുമെന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം മഹേഷിന് എന്ത് ചെയ്യണം, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. മഹേഷ് തിരികെ വരിക തന്നെ ചെയ്യും. ഒരു പക്ഷെങ്കിൽ എവിടെയെങ്കിലും പോയി
ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇഷിത കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷെ DNA ടെസ്റ്റിന്റെ ബലം അതാണ് ഏറ്റവും വലിയ ഇത്. 2 ദിവസത്തിനുള്ളിൽ അതിന് ബലം വരുമെന്ന് പറയണേ. ചിലപ്പം മഹേഷ് ഉദ്ദേശിക്കുന്ന പോലെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കും. ആകാശ് ആയിരിക്കില്ല കുഞ്ഞിന്റെ അച്ഛൻ, മഹേഷ് തന്നെ ആയിരിക്കും. ചിപ്പിമോളം മഹേഷിന് കിട്ടുക തന്നെ ചെയ്യും. പക്ഷെ അതിനു മുമ്പ് മഹേഷിന്റെ ഉള്ളിൽ ടെൻഷനെ കാരണമാണ് മഹേഷ് വീട് വിട്ടു പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.